നമസ്കാരം. നമ്മുടെ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് അടിസ്ഥാനപരമായിട്ട് ഈ ജില്ല എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇർഷാദും എന്റെ സ്നേഹിതൻ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. ജില്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ ജില്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ എക്സ്പെൻഡിച്ചർ ആണോ? ബേസിക്കലി എന്താണ് ജില്ല? ജില്ല നിയമപരമായിട്ട് ജില്ലയുടെ ഡെഫിനിഷൻ എവിടെ പറയുന്നു? ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. അതായത് ഭരണഘടനയിൽ പറയുന്ന ഒരു സംവിധാനമേ അല്ല ജില്ല. പലപ്പോഴും ഇവിടെ പറഞ്ഞു വന്നപ്പോൾ ഇത് ഇന്ന സംസ്ഥാനത്തിന് ഇത്ര ജില്ലകളുണ്ട്, ഈ ജില്ലകൾ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഒന്നും അല്ല. ജില്ല എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷനിൽ തയ്യാറാക്കപ്പെടുന്ന ഭരണ സംവിധാനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന ഒരു ബോഡി മാത്രമാണ്. അപ്പോൾ ഈ ജില്ല വിഭജിക്കണം എന്നൊക്കെ പറയുമ്പോഴേ ഈ മാപ്പ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നതല്ല ജില്ലയുടെ വിഭജനം. 47 ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്. ഈ 47 ഡിപ്പാർട്ട്മെന്റിനും പാരലായിട്ട് ഡിസ്ട്രിക്ട് വൈസ് ഓഫീസസ് വരുന്നുണ്ട്. ഒരു ജില്ലാ വിഭജനം എന്ന് പറയുമ്പോൾ കളക്ടറേറ്റ് വിഭജിക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, DMOയുടെ ഓഫീസ്, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ്, ഡിസ്ട്രിക്ട് രജിസ്ട്രാറുടെ ഓഫീസ്, ജില്ലാ കോടതികള്, പാരലായിട്ട് 27-30ഓളം സംവിധാനങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഒരു ജില്ലാ കളക്ടറേറ്റ് ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ 250 മുതൽ 300ഓളം സ്റ്റാഫ് അവിടേക്ക് വേണം. ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ മാത്രം സ്റ്റാഫ് സാലറി നിയർ അബൌട്ട് 3 to 4 crores ആണ് വരുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ വരുന്ന 1,500 crores. എന്താ ഇതിന്റെ മാനദണ്ഡം? ജില്ല ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ മലപ്പുറംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി, എറണാകുളംകാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താ ഇതിന്റെ മാനദണ്ഡം? ജനസംഖ്യയാണോ? ദൂരമാണോ? ജനസംഖ്യയാണെന്നുണ്ടെങ്കിൽ 1 കോടിയിൽ പരം ആൾക്കാർ താമസിക്കുന്ന മഹാരാഷ്ട്രയിലെ താനെ ഇന്നേ വരെ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. താനെയിൽ നടക്കുന്ന ഡെവലപ്മെന്റ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ നടക്കുന്നുണ്ടോ? കേരളത്തിൽ 40 ലക്ഷത്തിൽ പരം ആളുകൾ താമസിക്കുന്നു എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ തിരൂര് വേണം ജില്ലയായിട്ട് അടുത്തത് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണോ അടുത്തത്? ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള മലപ്പുറം ജില്ലയുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 27 കിലോമീറ്റർ മാത്രമേ തിരൂരിനുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് നിലമ്പൂർ ആയിക്കൂടാ? എന്നാൽ 65 കിലോമീറ്റർ അപ്പുറത്തുള്ള നിലമ്പൂരുണ്ടല്ലോ. ഇനിയും ഡിസ്റ്റൻസ് ആണ് ഈ ഭരണ സംവിധാനത്തിന്റെ സൗകര്യം എന്നുണ്ടെങ്കിൽ ഈ പല ജില്ലകളും നമുക്ക് എടുത്തു നോക്കാം. ഗവി 115 കിലോമീറ്റർ ആണ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. അവിടെ ജില്ല കൊടുക്കുവോ? അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള ദൂരം ഏകദേശം 80ഓളം കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് പൈനാവിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് കുമളിയിലേക്കുള്ള ദൂരം 101 കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? മൂന്നാറിലേക്കുള്ള ദൂരം 102 കിലോമീറ്റർ. ജില്ല കൊടുക്കുവോ? അങ്ങനെ ഡിസ്റ്റൻസ് അനുസരിച്ച് ജില്ലയെ ഡിവൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് എക്സിക്യൂട്ടീവ് മിഷനറി ചലിപ്പിക്കുന്ന ഒരു ഒറ്റ ആൾക്ക് പോലും ഇന്ന് 14 ജില്ലകളിൽ ഏറ്റവും ജനസംഖ്യ കൂടുതലായതുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം. ഇനി മലപ്പുറം ജില്ലയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രഭരണത്തിലാക്കണം. ഇനി മലപ്പുറം ജില്ല തന്നെ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരണം. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഈ വിഭജനം എന്ന് പറയുന്നത് എത്ര കാലം മുമ്പ് തുടങ്ങിയതാണ്? 1947 ഓഗസ്റ്റ് 15 രാജ്യം വിഭജിച്ചു. സ്വാതന്ത്ര്യം എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. അത് വ്യക്തമായിട്ടും മതത്തിന്റെ പേരിലായിരുന്നു ആ വിഭജനം. അതായത് മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായിട്ട് ഭാരതത്തിൽ വരുമ്പോൾ ഇവിടെ കഷായത്തിനെടുക്കാൻ ഒരൊറ്റ മുസൽമാൻ ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളെ മുഴുവൻ സ്വീകരിച്ചു. അവർക്ക് പള്ളി പണിതു കൊടുത്തു. ഇപ്പൊ ചേരമാൻ പെരുമാൾ പള്ളി കൊടുങ്ങല്ലൂരിൽ ഹിന്ദുക്കള് കെട്ടിക്കൊടുത്ത പള്ളിയാണ് എന്ന് മനസ്സിലാക്കണം. മാലിക് ദീനും കൂട്ടർക്കും കല്യാണം കഴിക്കാൻ വേണ്ടി ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികൾ മതപരിവർത്തനം ചെയ്ത് മുസ്ലിങ്ങളായി എന്നിട്ടാണ് കല്യാണം കഴിച്ചത്. അതായത് ഇവിടെ വൈദേശികമായ മതങ്ങൾ വന്നപ്പോൾ നമ്മൾ അവരെ സ്വീകരിച്ചു. പക്ഷേ നമ്മുടെ പൂർവികന്മാർ അതിബുദ്ധിശാലികളായിരുന്നു. പക്ഷേ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും മതപരമായിട്ട് അവർ അന്ന് മനസ്സിലാക്കിയില്ല, പഠിച്ചില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ നിശ്ചയിച്ചാലും ഇല്ലെങ്കിലും. അതായത് എന്റേത് ശരി എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല, എന്റേത് മാത്രമാണ് ശരി എന്ന് പറയുന്നിടത്താണ് കുഴപ്പം ആരംഭിക്കുന്നത്. ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് നിന്റേത് തെറ്റും എന്റേത് ശരിയും എന്ന് പറയുന്നതാണ്. അതായത് വിഗ്രഹാരാധകന് നരകം കിട്ടും എന്ന് പറയുന്നത് 90% വിഗ്രഹാരാധകർ ജീവിക്കുന്ന നാട്ടിലാണ്. ഇന്നും 80% വിഗ്രഹാരാധകരാണ് ഇവിടെയുള്ളത്. അപ്പൊ വിഗ്രഹാരാധനയാണ് അടിസ്ഥാനപരമായിട്ട് ഹിന്ദുധർമ്മത്തിന്റെ ആചാരങ്ങൾ, ക്ഷേത്രവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ദൈവത്തിന് രൂപം ഉണ്ടാക്കുന്നവർക്ക് നരകം, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം, അതുപോലെ തന്നെ മദ്യപാനിക്ക് നരകം, ഹറാമായ ഭക്ഷണം, പന്നിയുടെ മാംസം ഭക്ഷിക്കുന്നവന് നരകം എന്നൊക്കെ പറയുമ്പോൾ നരകത്തിന്റെ കാറ്റഗറി എൻ്റെ മതത്തിൽ വിശ്വസിക്കാത്ത എല്ലാവർക്കും നരകമാണ്
ഇന്ന് വിശ്വസിക്കുന്ന മതത്തെ സ്വീകരിക്കുന്ന സമയത്ത് ആ മതത്തെ മനസ്സിലാക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടു എന്നതായിരുന്നു ഭാരതത്തിന് പറ്റിയ വലിയ വിഭജനത്തിന്റെ കാരണം. അതായത് അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ന് മോദിജി ഭരിക്കുന്ന ഇന്ത്യക്ക് 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. ഇസ്ലാം മതത്തിന്റെ വളർച്ച സംഭവിക്കുന്നതിന് മുമ്പ് ബുദ്ധമതത്തിന്റെ വളർച്ച സംഭവിച്ചു. ഹിന്ദുധർമ്മത്തിൽ ബുദ്ധമതത്തിന് വലിയ സ്വാധീനം ഉണ്ടായി. അതായത് ഹിന്ദുധർമ്മത്തിൽ ഒരുപാട് അപച്യുതികളും അതുപോലെ തന്നെ മൂല്യശോഷണങ്ങളും ഉണ്ടായി. ആശയങ്ങളിലല്ല. കൂട്ടത്തോടെ മൃഗങ്ങളെ ബലി കഴിച്ചു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ജീവിയെയും കൊല്ലരുത്, അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധന്റെ ആശയങ്ങൾ വന്നു. ബുദ്ധമതത്തിന്റെ ആശയം കൈലാസത്തിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. അപ്പൊ സാമന്ത രാജാക്കന്മാര്, ചക്രവർത്തിമാരെല്ലാം ബുദ്ധമതം സ്വീകരിച്ചു. അവർ ചെയ്ത ഒരു പാപമുണ്ട്. സൈന്യത്തെ പിരിച്ചുവിട്ടു. രാജാധികാരം അവർ ഉപേക്ഷിച്ചതുമില്ല. രാജാ സൗകര്യങ്ങളൊന്നും ഉപേക്ഷിക്കാതെ സൈന്യത്തെ പിരിച്ചുവിട്ടതോടുകൂടി ഒരു 5-10 തലമുറ കഴിഞ്ഞപ്പോൾ പ്രതികരണ ശേഷിയില്ലാത്ത, ചോര കണ്ടാൽ വിറക്കുന്ന, ആയുധം എന്താൻ അറിയാത്ത ഒരു തലമുറ സൃഷ്ടിക്കപ്പെട്ടു. ഉറുമ്പിനെ കൊന്നാൽ ശിക്ഷയുണ്ടായിരുന്നു, പേനിനെ കൊന്നാൽ ശിക്ഷയുണ്ടായിരുന്നു, കൊതുകിനെ കൊന്നാൽ ശിക്ഷയുണ്ടായിരുന്നു. അഹിംസ അതിൻ്റെ ഏറ്റവും താണ നിലയിലേക്ക് അധപ്പതിച്ച് സമാജത്തിൽ മനുഷ്യന്റെ ഉള്ളിലേക്ക് കേവലമായിട്ടുള്ള അഹിംസ, അതായത് ഒരു ഉറുമ്പിനെ ചവിട്ടുമ്പോൾ കൊന്നുപോകുന്നത് പോലും വലിയ പാപമായിട്ട് കരുതുന്നുകൊണ്ട് തൂത്തു വൃത്തിയാക്കി നടക്കുന്ന, മൂക്കിലേക്ക് വല്ല പ്രാണിയും കയറി ചെത്തുപോകാതിരിക്കാൻ അന്ന് മാസ്ക് ഇട്ട് നടക്കുന്ന രീതിയിൽ വന്ന ആ മതത്തിന്റെ അനുയായികളുടെ എണ്ണം കൂടി വന്നതായിരുന്നു ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുതൽ മ്യാൻമാർ വരെ. അവിടെയാണ് ഇസ്ലാമിന്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. 1000 കൊല്ലത്തിനിടയിലുള്ള ഒരു ചരിത്രമാണത്. ഇസ്ലാം മതം ഉണ്ടായി ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ, ഒരു 100 വർഷത്തിനിടയിൽ തന്നെ അക്രമ പരമ്പരകൾ വന്നിട്ടുണ്ട്. അപ്പൊ അവര് എവിടെയെല്ലാം കടന്നു പോയിട്ടുണ്ടോ അവിടെയെല്ലാം ബുദ്ധന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കി ആ ബുദ്ധമതത്തിന്റെ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക രാജ്യങ്ങളായി മാറി. അങ്ങനെയാണ് ഗാന്ധാരിയുടെ ഗാന്ധാരദേശം അഫ്ഗാനിസ്ഥാൻ ആയി മാറിയത്. അത് ഇന്ന് താലിബാനാണ്. ലോകം ഓർക്കുമ്പോൾ തന്നെ ഭയക്കുന്ന താലിബാനാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട നാടാണ് ഭാരതം. ഈ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൽ അള്ളാഹുവിന്റെ ഖുറാനിൽ പറയും പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാമിനൊരു ഇസ്ലാമിക രാജ്യം വേണം. ഇത് ലാലി സഹാക്ക് എന്ന് പറയുന്ന രേഖയിൽ മുസ്ലിം ലീഗിന്റെ ജിന്ന പറഞ്ഞ വാക്കുകളാണ്. എന്നെ വെട്ടിമുറിച്ചതിന് ശേഷം മാത്രമേ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ അനുവദിക്കൂ എന്ന് ഗാന്ധിജി പറഞ്ഞു. ലീഗ് ഒരു ചത്ത കുതിരയാണ്, വിഭജനം ജിന്നയുടെ ദിവാസ്വപ്നം മാത്രമാണെന്ന് നെഹ്റുവും പറഞ്ഞു. പക്ഷെ ഈ 2 നേതാക്കന്മാരുടെയും കൺമുന്നിൽ വെച്ചിട്ടാണ് ഭാരതമാതാവിനെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് ഇസ്ലാമിക രാജ്യം ഉണ്ടായത്. 1,65,00,000 ഹിന്ദുക്കൾ ഇന്ന് കാണുന്ന പാകിസ്ഥാനിലുണ്ടായിരുന്നു. അതായത് ജനസംഖ്യയിലെ 24%. അതിൽ 15 ലക്ഷത്തോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. 1,05,00,000 ആളുകൾ അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് പോന്നു. ഇന്നവിടെ ഉള്ളത് 1, 2, 3% ഹിന്ദുക്കൾ മാത്രമാണ് ഇന്നത്തെ പാകിസ്ഥാനിലുള്ളത്. അപ്പൊ വിഭജനം നമുക്ക് നൽകിയത് എന്താണ്? വിഭജനം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടി? കഴിഞ്ഞ 80 വർഷക്കാലത്തിനടുത്തായിട്ട് ഭീകരതയുടെ കേന്ദ്രമായിട്ട്, ഭീകര ഉൽപാദന ഫാക്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതത്തിൽ നിന്ന് വിട്ടുപോയ പാകിസ്ഥാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാരതത്തിൽ 20 കോടിയിൽ പരം മുസ്ലിം സഹോദരങ്ങൾ സ്വസ്ഥമായിട്ട് സ്വൈരമായിട്ട് ജീവിക്കുന്നു. പള്ളിയിൽ പോയാൽ തിരിച്ചു വരുമെന്ന ഉറപ്പ് അവർക്കുണ്ട്. പാകിസ്ഥാനിൽ ഈ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ വിസ എടുത്തു പോകുന്ന ഒരൊറ്റ മുസൽമാനെ നമ്മൾ കേരളത്തിലോ ഭാരതത്തിലോ കാണില്ല. ഭീകരവാദത്തിന് പോകുന്നവരുണ്ടാവും. എന്തുകൊണ്ട്? അവർക്കറിയാം ഭാരതത്തിൽ നിന്ന് വിഘടിച്ചു പോയി എങ്കിലും അത് രാജ്യം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഭീകര രാജ്യങ്ങളാണ് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ വിഭജിച്ച ഒരു അനുഭവം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു വർഷം ശരാശരി 20,000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്ന നാടായിട്ട് പാകിസ്ഥാൻ നിൽക്കുന്നുണ്ട്. പച്ചക്ക് മുസ്ലിങ്ങളെ കഴുത്തറത്ത് കൊല്ലുന്ന നാടായിട്ട് അഫ്ഗാനിസ്ഥാൻ നിൽക്കുമ്പോൾ ബംഗ്ലാദേശ് അഴിമതിയുടെയും അക്രമത്തിന്റെയും നാടായിട്ട് ബംഗ്ലാദേശിനെയും അവർ കാണുമ്പോൾ ഇനിയും വിഭജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമുണ്ട്. ഇവിടെ മലപ്പുറം ജില്ലയിൽ എണ്ണം കൂടി എന്നതുകൊണ്ട് ഒരു സൗകര്യം ആർക്കും നിഷേധിക്കപ്പെടുന്നില്ല. ഈ രാജ്യത്തിന്റെ എല്ലാ വികസനവും ഈ രാജ്യത്തിൽ അവസാന പൗരനും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണ സംവിധാനം ഇന്ന് കേന്ദ്രത്തിലുണ്ട്.
മലപ്പുറം ജില്ലയിലൂടെയും കേരളത്തിലെ എല്ലാ 9 ജില്ലയിലൂടെയും NH-66 കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും വേഗം പണി പൂർത്തിയായത് മലപ്പുറം ജില്ലയിലാണ്. കാരണം മലപ്പുറം ജില്ലയിൽ വലിയ സഹകരണമായിരുന്നു ആ വലിയ റോഡിന്, കേന്ദ്രത്തിന്റെ പദ്ധതിയായിരുന്നു അത്, ആ റോഡിന് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നു മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടണം. മലപ്പുറം ജില്ല 2ആയി വിഭജിച്ചു, 2 കളക്ടർ, 2 സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുമല്ലോ. അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളാവാം. അതൊന്നുമല്ല. ഈ രാജ്യത്തിലെ എല്ലാ പൗരനെയും തുല്യമായി കണക്കാക്കുന്ന ഒരു സംവിധാനമാണ് രാജ്യത്തിൻ്റെത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ നാട് ഭരിക്കുന്ന സമയത്ത് സ്വജനപക്ഷപാതം വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുക, ലൈഫിലെ വീടുകൾ കൊടുക്കുക, ഡിവൈഎഫ്ഐയുടെ ആളുകളെ പോലീസിലേക്ക് കൊണ്ടുപോവുക, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനധികം ആയുസില്ലല്ലോ. ഇത്രയൊക്കെ ചെയ്തിട്ടും പാർട്ടി 35 സീറ്റിൽ നിന്നുപോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അനീതിയുടെ ഭാഗത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാർമ്മികമായ പിൻബലം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ വിഭജിക്കുക, രാജ്യത്തെ ശിഥിലമാക്കുക എന്നതൊന്നും സ്വപ്നമല്ല. അതായത് BJPക്ക് MLA-മാരുണ്ടായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. BJPക്ക് MP ഉണ്ടായത് അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതിനു മുമ്പ് കേരളത്തിന് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ലേ? കേരളത്തിന് അർഹമായ റേഷൻ ലഭിച്ചില്ലേ? കേരളത്തിൽ റോഡുകൾ ലഭിച്ചില്ലേ? കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചില്ലേ? എന്താണ് കേരളത്തിന് കൊടുക്കാൻ ബാക്കിയുണ്ടായത്? അത് മലപ്പുറം ജില്ലയ്ക്കും കോഴിക്കോടിനും കാസർഗോഡിനും എല്ലാവർക്കും തുല്യമായി കിട്ടുമ്പോൾ ഈ വിഭജനം എന്ന് പറയുന്നത് മതബോധത്തിൽ നിന്നുണ്ടാക്കപ്പെടുന്ന ആശയങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ അറിയണം. അതായത് ആനുകൂല്യങ്ങൾക്ക് അപ്പുറമാണ് എൻ്റെ മതം മാത്രമാണ് ശരി. പാലസ്തീനിൽ മരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ കരയുന്നത്. ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങളെ കൊന്നാൽ ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. അതുപോലെ ജമ്മു കാശ്മീരിൽ കലിമയൊല്ലാൻ അറിയാത്ത 26 ആളുകൾ വെടിവെച്ചു വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ റാലിയുടെ ആവശ്യമില്ല. സുഡാനിൽ പച്ചക്ക് ക്രിസ്ത്യാനികളെ കൊന്നുകുഴിച്ചു മൂടിയാൽ ഞങ്ങൾക്ക് റാലിയുടെ ആവശ്യമില്ല. ഞങ്ങൾ റാലി നടത്തണമെങ്കിൽ അത് പാലസ്തീനിലെ ആളുകൾ മരിക്കണം, അത് ഇസ്രായേലിന്റെ കൈകൊണ്ട് മരിക്കുകയും വേണം എന്ന് പറയുന്ന വിരോധാഭാസമാണ് ഇവിടെ കാണുന്നത്. വീണ്ടും വീണ്ടും വിഭജനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമാജം അറിയണം, വിഭജിച്ചതുകൊണ്ട് ഒന്നും നേടിയില്ല, എല്ലാം നഷ്ടപ്പെട്ട് ഭീകര രാജ്യങ്ങളായി ജീവിക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും കൺമുന്നിലുള്ളപ്പോൾ മലപ്പുറം ജില്ല വിഭജിക്കേണ്ടതില്ല എന്നറിയുക. നന്ദി, നമസ്കാരം.